അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, 10-ാം തീയതി നിങ്ങൾക്ക് തദ്രീബു തിലാവയും ഖുർആനും ഹിഫ്ലുമാണ് പരീക്ഷ. അപ്പോൾ തദ്രീബു തിലാവ ആകെ 20 മാർക്കിന് പരീക്ഷ ഉണ്ടാവുകയുള്ളൂ. ബാക്കി 30 മാർക്കിന് ഖുർആൻ ഓതിക്കൊടുക്കലും പിന്നെ 50 മാർക്കിന് ഹിഫ്ലു ആയിരിക്കും. അങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ആകെ 20 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവുള്ളൂ. വളരെ വളരെ ലളിതമായ സിമ്പിളായ ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ റിവിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ 7ാമത്തെ പാഠം മുതൽ അവസാന പാഠം വരെ റിവിഷൻ ചെയ്യാൻ പോവാണ്. 7ാമത്തെ പാഠം അൽ മദ്ദുൽ അസ്ലിയു, അസ്ലിയായ മദ്. അസ്ലിയായ മദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെറുതായി നീട്ടുന്നത്. ഇപ്പോൾ കാ, കീ, കൂ, ആ, ഈ, ഊ, മാ, മീ, മു, ഇതൊക്കെ കുറച്ച് നീട്ടലാണല്ലോ. ഇതിനാണ് അസ്ലിയായ മദ് എന്ന് പറയുക. ഇതുവരെ നടന്ന 2 പരീക്ഷക്കും, കാക്കൊല്ല പരീക്ഷക്കും അരക്കൊല്ല പരീക്ഷക്കും എന്നാൽ എന്ത് വ്യക്തമാക്കാം, പൂരിപ്പിക്കാം, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തദ്രീബു തിലാവയിൽ. പിന്നെ അക്ഷരങ്ങൾ എടുത്തെഴുതാൻ, അതായത് നമുക്കിപ്പോൾ ഒരു വാക്ക് തരും, ഇതിൽ മദ്ദക്ഷരം ഏതാണ് എന്ന് എടുത്തെഴുതുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതെന്തിനു ഉദാഹരണമാണ്, ഇദ്ഹാറാണോ ഇഖ്ഫാണോ ഇദ്ഗാമാണോ എന്ന് വേർതിരിക്കാൻ, അല്ലെങ്കിൽ തഫ്ഹീമുർ റ ആണോ തർഖീഖുർ റ ആണോ, ഇങ്ങനെയൊക്കെ വേർതിരിക്കാൻ. അങ്ങനത്തെ വളരെ വളരെ സിമ്പിളായ ചോദ്യങ്ങൾ, അതുപോലെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം, അങ്ങനത്തെ ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് വരുന്നുള്ളൂ. എന്നല്ലാതെ ഇപ്പോൾ മദ് അസ്ലി എന്നാൽ എന്ത്, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്താണ്, മദ് അസ്ലി നമ്മൾ ആദ്യം എങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാക്കി വെക്കുക. അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കാന്നേ പറയുള്ളൂ. സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘശബ്ദമാകുമ്പോൾ എന്താ പറയും, സാ, സീ, സു, കാ, കീ, കു, അങ്ങനെ. ഇതിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. 2 ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമേ ദീർഘശബ്ദം നൽകാവൂ. അപ്പോൾ 2 ഹർക്കത്ത്, അതോടെ ഓർത്ത് വെക്കുക എത്ര ഹർക്കത്താണെന്നുള്ളത്. അത് ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. 2 ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം. മദ്ദസ്ലി 2 ഹർക്കത്ത്, മദ്ദസ്ലി 2 ഹർക്കത്ത്. പഠിച്ചില്ലേ? അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്, മദ്ദസ്ലിയിലെ അക്ഷരങ്ങൾ ഏതൊക്കെ? അലിഫു, വാവ്, യാവ്. അതിന് നമുക്കൊരു ഷോർട്ട് പറയാം, ആവി. ആവി എന്ന് പറഞ്ഞാൽ എന്താ? ആവി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അക്ഷരം അലിഫ്, പിന്നെ വാവ്, യാവ്. കണ്ടോ? ആവി. ആവി പറഞ്ഞാൽ അലിഫു, വാവ്, യാവ്. അത് പഠിച്ചു വെച്ചില്ലേ? അപ്പം മദ്ദസ്ലിന്റെ അല്ലെങ്കിൽ മദ്ദിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അലിഫു, വാവ്, യാവ്. ഇനി എല്ലാ അലിഫും മദ്ദല്ല, അത് ആദ്യം നിങ്ങൾ മനസ്സിലായിക്കോളൂ. ഇപ്പോൾ നിങ്ങൾ ഫാത്തിഹ പഠിച്ചിട്ടുണ്ടല്ലോ. ഫാത്തിഹയിലെ ആദ്യത്തെ അക്ഷരം എന്താ? അൽഹംദുലില്ലാ. അൽഹംദു ആണ് അല്ലേ? അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ആ ഉണ്ടല്ലോ. ആ എന്തല്ല, അത് മദ്ദല്ല. അപ്പോൾ നീട്ടുന്ന അലിഫായിട്ട് എന്തേ ഉള്ളൂ, നീട്ടുന്ന അലിഫായിട്ട് വരുന്നത് എന്താവുള്ളൂ, മദ്ദാവുള്ളൂ. ഞാൻ കാണിച്ചുതരാം, ഒരു ഉദാഹരണം കാണിച്ചുതരാം. നോക്കൂ, ഇവിടെ കാല എന്ന് വായിക്കണ്ട്, കാല. എന്താ കാരണം? ഇവിടെ അലിഫുണ്ട്. അപ്പോൾ കാന എന്താക്കി നീട്ടിയപ്പോഴാണ് കാന്നായത്, അല്ലെങ്കിൽ കല എന്നല്ല വായിക്കണ്ട്. അപ്പോൾ ഇവിടെ മദ്ദുണ്ട്, അപ്പോൾ മദ്ദക്ഷരാണ്. ഈ അലിഫ് മദ്ദക്ഷരാണ്. ഇവിടെ കീല എന്ന് വായിക്കണ്ട്, കീല. അപ്പോൾ നീട്ടുന്നുണ്ട്, അപ്പോൾ യാ മദ്ദക്ഷരാണ്. കൂലു. ഇവിടെ നോക്കുക, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അലിഫുണ്ടല്ലോ. ഇവിടെ എത്ര വാവുണ്ട്? 1 2 വാവും 1 അലിഫുണ്ട്. നമ്മളെന്താ പഠിച്ചത്? മദ്ദിന്റെ അക്ഷരങ്ങൾ അലിഫു, വാവ്, യാ ആണ്. അപ്പോൾ ഇവിടെ എത്ര മദ്ദിന്റെ അക്ഷരം ഉണ്ട് ചോദിച്ചാൽ എത്ര പറയാം? 1 2 3 3 ഉണ്ട്. തെറ്റാണ് ഉത്തരം തെറ്റാണ്. എന്താ കാരണം? ഇവിടെ 2 അക്ഷരമേ ഉള്ളൂ. ഇവിടെ നീട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. വായിക്കുമ്പോൾ നീട്ടുന്നുണ്ടോ നോക്കുക. കൂ നീട്ടുന്നുണ്ടല്ലോ, ലു നീട്ടുന്നുണ്ട്, അപ്പൊ കൂലു നീട്ടുന്നുണ്ട്. അപ്പൊ വാവ് ആണ് എന്ത്? മദ്ദക്ഷരം. എന്തല്ല? അലിഫല്ല. അലിഫ് നീട്ടാൻ എന്തിനാ? ഫത്തഹിന് നീട്ടാൻ അലിഫ് കൊടുക്കുക. അവിടെ ലാ എന്നാണോ വായിക്കണത്? അല്ല. അപ്പൊ ഈ അലിഫ് മദ്ദക്ഷരല്ല. അലിഫ് എന്തുകൊണ്ട് മദ്ദക്ഷരല്ല? അലിഫ് അവിടെ നീട്ടുന്നില്ല, അതുകൊണ്ട്. അപ്പൊ മദ്ദക്ഷരം ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അലിഫു, വാവ്, യാവ് 3 ഓക്കെ. അലിഫു, വാവ്, യാവ്, ആവി പഠിച്ചു. എന്നാൽ നമുക്കൊരു ഉദാഹരണം തന്നാൽ അവിടെ മദ്ദക്ഷരം എവിടെയാണെന്ന് നമ്മളോട് അടയാളപ്പെടുത്താനോ അല്ലെങ്കിൽ കാണിക്കാനോ പറഞ്ഞാൽ അവിടെ നമ്മൾ നോക്കണം, അത് വായിച്ചു നോക്കിയിട്ട് നീട്ടുന്നുണ്ടോ നോക്കണം. ഓക്കെ. ഇനി ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെ വരും, ഒരു എന്താണ് മദ്ദക്ഷരം വരുന്ന ഉദാഹരണം എഴുതുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സിമ്പിളാണ്. അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇതുവരെ. നോക്കുക, വഅലമു സ്വാലിഹ. ഇവിടെ വാവ് കഴിഞ്ഞ അലിഫ് ഉണ്ടല്ലോ, ഇവിടെ വാ ഉണ്ടല്ലോ. വാവ് ഉണ്ടായതിന് മദ്ദക്ഷരാവോ? ഇല്ല, അത് ഫത്തഹുള്ള വാവാണ്, അത് കൂട്ടൂല. നീട്ടാനുള്ള വാവ് എന്താവുള്ളൂ? മദ്ദക്ഷരാവുള്ളൂ. അലിഫുണ്ട്, പക്ഷെ വാന്ന് വായിക്കുന്നുണ്ടോ? ഇല്ല, അപ്പൊ ഇതും മദ്ദക്ഷരല്ല. വഅമലു നീട്ടുന്നുണ്ടല്ലോ, അപ്പൊ ഇത് മദ്ദക്ഷരാണ്. അലിഫ് മദ്ദക്ഷരാണോ? അല്ല. വഅമലു ആ നീട്ടുന്നുണ്ടോ? ഇല്ല.
അപ്പൊ മനസ്സിലായില്ല സോലിഹ. പിന്നെ റവാഹുഹ ഷഹ്റുൻ. ഇവിടെ ഈ അലിഫ് ചോപ്പ് കളറുള്ള അലിഫ് എന്താണ്? മദ്ദക്ഷരം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ റവാഹുഹ ഇത് മദ്ദക്ഷരാണോ അല്ലേ? നിങ്ങൾ പറഞ്ഞാട്ടെ. ഇവിടെ ചുവപ്പ് കളറില്ല, ബ്ലാക്ക് ആണ്. മദ്ദക്ഷരാണോ അല്ലേ? ആണ്. എന്തുകൊണ്ട് നീട്ടുന്നുണ്ട് നമ്മള്? റവാഹുഹ. കണ്ടോ? റവാഹുഹ ഷഹ്റുൻ എന്നാണ് പറയണത്. റവാഹുഹ ഹുഹ ഷഹ്റുൻ അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല, ഹുഹാ ഷഹ്റുൻ. കണ്ടോ? അപ്പൊ അലിഫ് നീട്ടുന്നുണ്ട്. വമാ യറുജു ഫീഹ. അവിടെ വമാ പിന്നെ ഫീഹ. കണ്ടോ? അവിടെ അലിഫുണ്ട്. ആല ദാവൂദു ശുക്ര. അവിടെ വാവ് പിന്നെ ശുക്ര. അവിടെ അലിഫ്. പിന്നെ വഖറാബീബു സൂദ്. മനസ്സിലായല്ലോ? ഖുർആനിൽ നിന്നും കണ്ടെത്താം. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ജന്നത്താനി അൻ യമീനി വശിമാലി. ഇവിടൊക്കെ എന്തുണ്ട്? അപ്പം ഇവിടെ പഠിക്കാനുള്ള ഇത്രേ ഉള്ളൂ. മദ്ദക്ഷരം ഏതൊക്കെയാണ്? അലിഫു വാവിയാവ്. പിന്നെ ഈ മഞ്ഞ ബോക്സിൽ തന്നത് നിങ്ങൾ ഹിഫ്ള് പരീക്ഷയ്ക്ക് വരുന്ന അതാണ്. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഇത് കാണാതെ പഠിക്കാനുണ്ടാവുക. ഇത് കാണാതെ പഠിക്കാനാണ് പരീക്ഷയ്ക്ക് വരിക. അതായത് നിങ്ങൾക്ക് ഹിഫ്ള് പരീക്ഷക്കാണ് ഇത് ചോദിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കാണാം. ഓരോ പാഠത്തിൽ ഇതുപോലെ മഞ്ഞ ബോക്സ് ഉണ്ട്, അത് നിർബന്ധമായി പഠിക്കാം. അപ്പോൾ ആ പാഠം നമ്മൾ പഠിച്ചു. മദ്ദക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫു വാവിയാണ് പഠിച്ചു. ഇനി നീട്ടാൻ വന്നത് മാത്രമേ എന്താവുള്ളൂ? മദ്ദക്ഷരമായിട്ട് കൂട്ടുള്ളൂ എന്ന് പഠിച്ചു. ഇനി അടുത്ത് മദ് മുത്തസിൽ, മദ് മുൻഫസിൽ. അപ്പൊ നമ്മൾ മദ്ദക്ഷരം പഠിച്ചു. അലിഫു വാവിയാണ് മദ്ദക്ഷരം. ആ അലിഫു വാവിയാവിന് ശേഷം ഹംസ് വന്നാൽ, ഇതാണ് ഹംസ് അല്ലെ? ഹംസ് വന്നാൽ അവിടെ എന്തുണ്ടാവും? മദ് മുത്തസിലോ മദ് മുൻഫസിലോ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമുക്ക് തന്ന ഉദാഹരണത്തിൽ ആദ്യം നോക്കേണ്ടത് അലിഫും അതിന്റെ ഒപ്പം ഹംസും ഉണ്ടോ നോക്കണം. ആദ്യം നോക്കേണ്ടത് എന്താണ്? അലിഫും അതിന്റെ കൂടെ ഹംസും ഉണ്ടോ നോക്കണം. അലിഫും ഹംസും ഉണ്ടോ നോക്കാം. അലിഫും ഹംസും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പണി എന്താണ്? ഈ അലിഫ് വന്ന അതേ വാക്കിലാണോ ഹംസ് ഉള്ളത് നോക്കുക. അലിഫും ഹംസും ഒരേ വാക്കിലാണെങ്കിൽ അതിനെന്ത് പറയും? മദ് മുത്തസിൽ എന്ന് പറയും. മുത്തസിൽ. മുത്തസിൽ. ഇനി അലിഫ് വേറെയും ഹംസ് വേറെ വാക്കിലുമാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? മദ് മുൻഫസിൽ എന്ന് പറയും. എന്ത് പറയും? മദ് മുൻഫസിൽ. ഇവിടെ മദ് അലിഫ് മാത്രമല്ല കേട്ടോ, ഞാൻ അലിഫ് ഉദാഹരണം പറഞ്ഞ അലിഫ് വാവ് അല്ലെങ്കിൽ യാ, ഇത് മൂന്നും ആവാം. ഇതിന് ശേഷം ഹംസ് വരലാണ് എന്ത്? ഇതിന് ശേഷം ഹംസ് വരിക. ആ ഹംസ് വരുന്നത് രണ്ട് രൂപത്തിലാവാം. ഈ അലിഫ് വന്ന അതേ വാക്കിലാകാം, വാവ് വന്ന അതേ വാക്കിലാകാം, യാ വന്ന അതേ വാക്കിലാകാം, അല്ലാതെ ആവാം. അതാകുമ്പോഴാണ് മദ് മുത്തസിലാവുക. രണ്ട് ചേർന്നത്. ആവാതിരിക്കുമ്പോഴാണ് എന്ത് പറയാ? മദ് മുൻഫസിൽ എന്ന് പറയുക. പഠിച്ചു കഴിഞ്ഞില്ലേ? നമ്മൾ നോക്കാം, ഉദാഹരണം നോക്കാം, നിങ്ങൾ പറയണം. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. മദ്ദക്ഷരത്തിന് ശേഷം, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ് വാവിയാകും, അതേ പദത്തിൽ ഹംസ ചേർന്ന് വന്നാണെങ്കിൽ മുത്തസിൽ, രണ്ട് പദത്തിലാണെങ്കിൽ മുൻഫസിൽ. നോക്കപ്പെടെ നോക്കാം. ഇവിടെ കണ്ട ജാ. നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? അലിഫും ഹംസും ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ വാവും ഹംസും ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ യാവും ഹംസും ഉണ്ടോ നോക്കുക. അലിഫ് ഉണ്ടോ? ഉണ്ട്. ഹംസ ഉണ്ടോ? ഉണ്ട്. രണ്ടും അടുത്തുണ്ട്. ഇനി നോക്കേണ്ട എന്താ? ഈ അലിഫുള്ള അതേ വാക്കിലാണോ ഹംസ ഉള്ളത്? ആണ്. ഒരു വാക്ക് പറഞ്ഞതല്ലേ, ഇതൊരു വാക്ക്. അപ്പൊ അലിഫുള്ള അതേ വാക്കിലല്ല ഹംസ ഉള്ളത്, അപ്പൊ ഇത് മദ് മുത്തസിലാണ്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ അലിഫ് ഉണ്ടോ? ഉണ്ട്. ഹംസ ഉണ്ടോ? ഹംസ ഉണ്ട്. ഇനി അലിഫുള്ള അതേ വാക്കിലാണ് ഹംസ ഉള്ളത്? അല്ല. എന്താ കാരണം? ഇത് മാ എന്ന് പറയുന്ന ഒരു വാക്കാണ്, അഗ്ന എന്ന് പറയുന്ന വേറൊരു വാക്കാണ്. മനസ്സിലായോ? അപ്പൊ മാ വേറെ, അഗ്ന വേറെ. അപ്പോൾ അലിഫുള്ള അതേ വാക്കിലല്ല ഹംസ ഉള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് ഇതെന്താണ്? മദ് മുൻഫസിലാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഉദാഹരണങ്ങളൊക്കെ നോക്കാം. വസവാഉൻ അലൈഹിം. ഇവിടെ നോക്കാം. അലിഫ് ഉണ്ടോ? ഉണ്ട്. ഹംസ ഉണ്ടോ? ഉണ്ട്. അലിഫ് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വാവ് ഉണ്ടെങ്കിലും പറ്റും, പിന്നെ യാ ഉണ്ടെങ്കിലും പറ്റും. ഓക്കെ, അടുത്ത് നോക്കാം. ഇവിടെ അലിഫും ഹംസും ഒരേ വാക്കിലാണോ എന്ന ചോദ്യം ആണ് അല്ലേ? അലിഫും ഹംസും ഒരേ വാക്ക്. വസവാഉൻ. കണ്ടോ? അപ്പൊ മദ് മുത്തസിലാണ്. അടുത്ത ഫീ അഅനാഖിഹിം. യാ ഉണ്ടോ? ഉണ്ട്. യാ ആണ് ഇവിടെ അല്ലേ? യാവിന് ശേഷം ഹംസ ഉണ്ടോ? ഉണ്ട്. യാവും ഹംസും ഉണ്ട്. യാവ് വന്ന അതേ വാക്കിലാണ് ഹംസ ഉള്ളത്? അല്ല. കണ്ടോ? അപ്പൊ ഇതെന്താണ്? മദ് മുൻഫസിലാണ്. ഫീ വേറെ, അഅനാഖ് വേറെ. ഫീ ഇമാമിൻ ഏതാണ്? മുൻഫസിലാണ്. അല അഫ്വാഹിം മുൻഫസിലാണ്. മാ ഉൻദിറ എന്താണ്? മുൻഫസിൽ. ആബാഉഹും അലിഫും ഹംസും. ആബ ഇവിടെ എന്താണ്? മദ് മുത്തസിലും, ഇവിടെ മദ് മുൻഫസിലാണ്. ഓക്കെ, അടുത്ത് ഇവിടെ നിങ്ങൾ ഒറ്റക്ക് നോക്കട്ടോ. പിന്നെ അത് കഴിഞ്ഞു. ഇനി ഇവിടെയുള്ള ദുആ നോക്കുക. ഈ ദുആ നിങ്ങൾ കാണാതെ പഠിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ.
അപ്പൊ മദ് മുത്തസിലും മുൻഫസിലും പഠിച്ചു. മുത്തസിലും മുൻഫസിലും നോക്കാൻ നിങ്ങൾക്ക് ചോദ്യം തരും. എങ്ങനെ ചോദ്യം തരാം? ഇങ്ങനെ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ തന്നിട്ട് അതിൽ മുത്തസിലാണോ മുൻഫസിലാണോ എഴുതാനുണ്ടാകും. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ മുത്തസില് മുൻഫസില് കൊടുത്തിട്ടുണ്ടോ, മുത്തസിലും മുൻഫസിലും കൊടുത്തിട്ടുണ്ടോ, എന്നിട്ട് തെറ്റാണോ ശരിയാണോ പറയാണ്ടാവും. അങ്ങനെ ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കട്ടെ, തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ അലിഫോ വാവോ യാ ഉണ്ടോ നോക്കുക. അത് ആദ്യം സെറ്റാക്കുക. എന്നിട്ട് അതിന് ശേഷം ഏതുണ്ടോ ഈ അക്ഷരം ഉണ്ടോ നോക്കുക. അത് സെറ്റായി കഴിഞ്ഞാൽ അത് രണ്ടും ഒരേ വാക്കിലാണെങ്കിൽ മുത്തസിലും, ഒരേ വാക്കിലല്ലെങ്കിൽ മുൻഫസിലും. ഡൺ. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോകണം. മദ് ലാസിം വലാരിദ്. അപ്പൊ മദ് മുത്തസിലും മുൻഫസിലും പഠിച്ചു. നമ്മൾ പുതിയ പാടാണ് മദ് ലാസിം വലാരിദ്. ഇവിടെ എന്താണ്? ഇവിടെ അലിഫ് വാവ് യാ എന്നിവയ്ക്ക് ശേഷം സുക്കൂന് വരലാണ്. കണ്ട, ഈ ചിത്രം ആലോചിച്ചാൽ തന്നെ ഈ പാഠം ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. അലിഫ് വാവോ യാ ഇതിന് ശേഷം സുക്കൂന് വരിക. അങ്ങനെ സുക്കൂന് വരുമ്പോൾ അവിടെ ഒന്നില്ലെങ്കിൽ മദ് ലാസിം ആയിരിക്കും, അല്ലെങ്കിൽ മദ് ആരിദ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഉദാഹരണം തന്ന ഉദാഹരണത്തിൽ ചോദ്യത്തിൽ ആദ്യം എന്താ തപ്പേണ്ടത്? അലിഫുണ്ടോ നോക്കുക, വാവുണ്ടോ ഒക്കെ ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ട്? അലിഫിന്റെ ശേഷം ഈ പൂജ്യം ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ വാവിന് ശേഷം പൂജ്യം ഉണ്ടോ നോക്കുക. വാവിന്റെ മുകളിലല്ല കേട്ടോ, അലിഫിന്റെ മുകളിൽ പൂജ്യം ഉണ്ടോ ഇതല്ല നോക്കാൻ പറയുന്നേ. പിന്നെ അലിഫ് കഴിഞ്ഞിട്ടുള്ള അക്ഷരത്തിന് പൂജ്യം ഉണ്ടോ, സുക്കൂൻ ഉണ്ടോ നോക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് സുക്കൂൻ ഉണ്ടെങ്കിൽ എപ്പോഴാണ് മദ് ലാസിമാകുക, മദ് ആരിദാന്ന് നോക്കുക. ശേഷമുള്ള അക്ഷരത്തിലെ സുക്കൂന് സ്ഥിരമായി ഉണ്ടാവുന്നതാണെങ്കിൽ മദ് ലാസിം. പിന്നെ സുക്കൂന് താൽക്കാലികമാണെങ്കിൽ വഖഫ് കാരണമായി വരുന്നതാണെങ്കിൽ മദ് ആരിദ്. ഈ മദ് ആരിദ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാക്കിന്റെ അവിടെ ഈ അലിഫിന്റെ ശേഷമുള്ള അക്ഷരത്തിന് ഫതഹോ കസുറോ ലമ്മോ ആയിരിക്കും. അവിടെ സുക്കൂൻ ഉണ്ടാവില്ല, എഴുത്തിൽ സുക്കൂൻ ഉണ്ടാവില്ല. അത് ആദ്യം മനസ്സിലായിക്കോളൂ. എഴുത്തിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? മദ് ലാസിമായിരിക്കും. എഴുത്തിൽ സുക്കൂൻ ഇല്ല, പിന്നെ എഴുത്തിൽ അവിടെ ഫതഹോ കസറോ ലമ്മൊക്കെയാണ്, എന്നാൽ എന്തായിരിക്കും? മദ് ആരിദ് ആയിരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. ഇവിടെ നോക്കാം. ആന അല്ലേ? ഇവിടെ അലിഫുണ്ടോ? ഉണ്ട്, അലിഫുണ്ട്. അലിഫിന് ശേഷം പിന്നെ സുക്കൂനുണ്ടോ? സുക്കൂനുണ്ട്, ഉണ്ടല്ലോ. അപ്പം മദ് ലാസിമോ അല്ലെങ്കിൽ മദ് ആരിദോ ആവണം. എങ്ങനെ തീരുമാനിക്കുക? ഈ സുക്കൂന് താൽക്കാലികാണോ സ്ഥിരമായിട്ടുള്ളതാണോ? ഇത് സ്ഥിരമായിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? മദ് ലാസിമാണ്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച മദ് മുത്തസിലോ മുൻഫസിലോ ഇവിടെ ഉണ്ടോ? നിങ്ങൾ പറയും. ഇവിടെ അലിഫു ഹംസൊക്കെ ഉണ്ടല്ലോ, ഉണ്ടോ? ഇല്ല. കൺഫ്യൂഷൻ ആവണ്ട. എന്താ കാരണം എന്നറിയോ? അലിഫിന് ശേഷം എന്ത് വരണം? ഹംസ വരണം. ഇവിടെ അലിഫിന് മുമ്പാ ഉള്ളത്. കൂട്ടുവോ? കൂട്ടൂ. ഇത് ഇവിടെ മദ് മുത്തസിലും അല്ല, മദ് മുൻഫസിലും അല്ല. ഇവിടെ അങ്ങനെ മദ്ദേ ഇല്ല. ഇവിടെ മനസ്സിലായോ? അലിഫിന് ശേഷം ഹംസ വരുമ്പോഴേ എന്താകുള്ളൂ? മദ് മുത്തസിലും മുൻഫസിലേക്ക് ആവുള്ളൂ. ഇനി ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? മദ് ലാസിമും ആരിദും നോക്കണമെങ്കിൽ ആദ്യം അലിഫോ വാവോ യാ ഉണ്ടോ നോക്കാം. ഇവിടെ അലിഫോ വാവോ യാ ഉണ്ട്, വാവുണ്ട്. ഓക്കെ, സെറ്റായി. വാവിന് ശേഷം സുക്കൂൻ ഉണ്ടോ? ഉണ്ട്, സുക്കൂനുണ്ട് അല്ലെ? സുക്കൂനുണ്ട്. ഈ സുക്കൂൻ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണോ? അല്ല. എങ്ങനെ മനസ്സിലായി? ഇവിടെ ന്യൂനമേല ഫത്തഹാണ്. അപ്പൊ ഇത് താൽക്കാലികം വന്നതാണ്. അപ്പൊ ഇതിനെന്ത് പറയാം? മദ് ആരിദ് എന്ന് പറയും. അപ്പോൾ മദ് ആരിദ് പരിശോധിക്കാൻ അല്ലെങ്കിൽ മദ് ആരിദ് കണ്ടെത്താനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അലിഫോ വാവോയോ ഉണ്ടാക്കുക. ശേഷമുള്ള അക്ഷരത്തിന് അവിടെ എഴുത്തിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ മദ് ലാസിമായിരിക്കും, എഴുത്തിൽ സുക്കൂൻ ഇല്ലെങ്കിൽ ആരിദ് ആയിരിക്കും. ഇനി നമുക്ക് വേറെ കുറച്ച് ഉദാഹരണം നോക്കാം. ഇവിടെ നോക്കാം. തഅ്മുറൂനി അല്ലേ? ഇവിടെ നിങ്ങൾ പറ, ഇവിടെ അലിഫോ വാവോ യാ ഉണ്ടോ? ഉണ്ട്, വാവുണ്ട്. ഓക്കെ, ഉറപ്പിച്ചു. ഇനി രണ്ടാമത്തെ പണി എന്താ? ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ പഠിച്ചത്? സുക്കൂൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും? മദ് ആരിദ് ആയിരിക്കും. നല്ല പഠിച്ച് എന്നാ തിരുത്തിക്കോളി. എന്താ കാരണം അറിയോ? ഇവിടെ നൂന് എന്തുണ്ട്? ഷദ്ദുണ്ട്, നമ്മളെ ഡബ്ല്യു ഉണ്ട് അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ രണ്ട് നൂനുണ്ട് എന്നർത്ഥം. ഒരു നൂനിന് സുക്കൂനും അടുത്ത നൂന് കസുറും. മനസ്സിലായോ? ഇങ്ങനെ ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നീട്ടാനുള്ള വാവ്, മുറു നീട്ടാനുള്ള വാവ്, ഇവിടെ സുക്കൂന്, ഇവിടെ കസുറായ നൂന്. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുക. നമ്മൾ എന്താ പഠിച്ചത്? വാവ് വരിക, ശേഷമുള്ള അക്ഷരത്തിന് സ്ഥിരമായ സുക്കൂനോ താൽക്കാലിക സുക്കൂനോ നോക്കുക. അപ്പൊ വാവ് വന്നു, വാവിന് ശേഷം സ്ഥിരമായ സുക്കൂനാണ് ഇവിടെ. അപ്പൊ ഈ സുക്കൂന് സ്ഥിരമായ സുക്കൂനായതുകൊണ്ട് ഇവിടെ എന്താണ്? മദ് ലാസിമാണ്. എന്തല്ല? മദ് ആരിദ് അല്ല.
അപ്പൊ മദ് ആരിലാവണമെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ആക്കുന്ന സമയത്തുള്ള സുക്കൂനായിരിക്കും മദ് ആരിലിന്റെ സമയത്ത് വരിക. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മൾ ഫാത്തി ഓതുക, ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം. അവിടെ നിങ്ങൾ മുസാഫ് എടുത്ത് നോക്കുക, അവിടെ റഹീമി എന്നുണ്ടാവുക, റഹീമി മീ എന്നുണ്ടാവുക. പിന്നെ നമ്മൾ എന്തിനാ സുക്കൂൻ കൊടുക്കുന്നത്? സ്റ്റോപ്പ് ആക്കുമ്പോൾ കൊടുക്കുന്ന സുക്കൂനാണ്. അങ്ങനത്തെ സ്ഥലത്ത് കാണുന്നത് പറയാം മദ് ആരിൽ. ഇനി ഫാത്തി ഫുൾ ഓതി നോക്കി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ആലമീന എന്നുണ്ടാവുക. എന്നിട്ട് നമ്മൾ സുക്കൂന് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ സുക്കൂന് കൊടുക്കുന്ന സ്ഥലത്താണ് എന്തുണ്ടാവുക? മദ് ആരിൽ ഉണ്ടാവുക. അപ്പൊ സ്റ്റോപ്പ് ആക്കുന്ന സമയത്താണ് മദ് ആരിൽ ഉണ്ടാവുക എന്ന് മനസ്സിലായി. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ആക്കുന്ന സ്ഥലമാണോ? അല്ല. അപ്പൊ മദ് ആരിൽ അല്ല, മദ് ലാസിമാണ്. ഇനി ഇവിടെ നിങ്ങൾ പറയും അന്നഹും അസ്ഹാബുന്നാർ. അലിഫോ വാവോയാ ഉണ്ടോ? ഉണ്ട്, അലിഫുണ്ട്. അലിഫിന് ശേഷം സ്ഥിരമായ സുക്കൂനുണ്ടോ? ഇല്ല, റാഇന് കസ്റാണ്. അപ്പൊ പിന്നെ താൽക്കാലികം സുക്കൂനാണ്. അപ്പൊ മദ് ആരിലാണ്. മസീർ റാഇന് ലമ്മാണ്, യാ ഉണ്ട് പക്ഷെ റാഇന് ലമ്മാണ്. അപ്പൊ നമ്മൾ താൽക്കാലം സുക്കൂന് കൊടുക്കുന്നു, മസീർ നോതുന്നു. അപ്പൊ അതെന്താണ്? മദ് ആരിലാണ്. സാജിദീൻ മദ് ആരിലാണ്. അവിടെ നിങ്ങൾ പറയും അൽ ഹാഖ. പറ ഏതാണ്? പറ അൽ ഹാഖ. മദ് എന്താണ്? ആരിലാണോ ലാസിമാണോ? ലാസിമാണ്. എന്താ കാരണം? സ്ഥിരമായുള്ളതാണ്. മൽ ഹാഖ മദ് ലാസിമാണ്. അടുത്ത് ഹാഫീന മദ് ലാസിമ്. വക്കീൽ മദ് ആരിദ്. ഖിതാബ് മദ് ആരിദ്. ഖറാർ മദ് ആരിദ്. ഓക്കെ, അവിടെ ഇവിടെ പഠിക്കാനുള്ള എന്താ? റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മൾ ലാസ്റ്റ് പാഠത്തിലേക്ക് പോവാണ്. മദ് ലീന് മദ് ആരിദ്. ഇപ്പൊ എത്ര ടൈപ്പ് മദ് പഠിച്ചു? 6th അല്ലേ? 6ാമത്തെ 5ഉം 6ഉം ആണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ആദ്യം പഠിച്ചെന്താ? മദ് മുത്തസില് മുൻഫസില് 1, 2 മദ് ലാസിമ് ആരിദ്, 3 മദ് ലീന് മദ് ലീനിലെ. അപ്പൊ 6th അല്ല 5th അല്ലേ? അപ്പൊ 5ാമത്താണ്. എന്താണ് മദ് ലീൻ എന്ന് പറഞ്ഞാല്? ഫതഹുള്ള അക്ഷരത്തിന് ശേഷം, ഫതഹുള്ള ഏതക്ഷരം ആയിക്കോട്ടെ, അതിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യോ. അപ്പോൾ മദ് ലീനിന്റെ അക്ഷരം ഇത് രണ്ടുമാണ്. അത് ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കുക. വാവ് യോ യാവും. സുക്കൂനുള്ള വാവും യാനും ലീനക്ഷരം എന്നാണ് പറയുക. അപ്പൊ മദ് ലീനക്ഷരം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ഉദാഹരണം തരും. നമുക്ക് പോകാം, നോക്കുക. ലീനക്ഷരത്തിന് ശേഷം വഖഫ് ചെയ്യുമ്പോൾ താൽക്കാലികമായി സുക്കൂന് വരുന്നതിനാൽ അതിനെ മദ് ലീൻ എന്ന് പറയുന്നു. എങ്ങനെ? ലീനക്ഷരത്തിന് ശേഷം വഖഫ് ചെയ്യുമ്പോൾ താൽക്കാലികമായി സുക്കൂന് വരും, അതിനാണ് മദ് ലീൻ എന്ന് പറയുന്നത്. നോക്കുക, ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? സുക്കൂനുള്ള വാവും യാ ഉണ്ടോ നോക്കുക. സുക്കൂനുള്ള വാവുണ്ട്. ഇനി അതിന് മുമ്പ് ഫതഹ് ഉണ്ടോ അതും നോക്കണം. മുമ്പ് ഫതഹ് ഉണ്ടോ? അങ്ങനെയല്ലേ പറഞ്ഞു, ഫതഹുള്ള അക്ഷരത്തിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ് യാ. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് സുക്കൂനുള്ള വാവുണ്ടോ? ഉണ്ട്. അതിന് മുന്നേ ഫതഹ് ഉണ്ടോ? ഉണ്ട്. അതും സെറ്റായി. അപ്പോൾ ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവ് വന്നു. ഓക്കെ, വന്നു. ഇനി അടുത്ത പണി എന്താ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ആക്കാണ്. സ്റ്റോപ്പ് ആക്കുമ്പോൾ വരുന്ന താൽക്കാലിക മദ്ദിനാണ് എന്ന് പറയുക മദ് ലീൻ എന്ന് പറയുക. താൽക്കാലികമായി സുക്കൂന് വരും, അതിനാണ് മദ് ലീൻ. അപ്പോൾ മിൻ ഖൗഫ് മനസ്സിലായോ? പിന്നെ ഇലാഫി ഖുറൈഷ് കണ്ടോ? റൈ ഖുറൈഷ് അല്ലേ? അങ്ങനെ. അപ്പൊ മനസ്സിലായ? ഐ കണ്ട ഐ ഇതെന്തിനാ എങ്ങനെ പറഞ്ഞത്? ഫതഹുള്ളതിന് ശേഷം സുക്കൂനുള്ള യാ, അല്ലെങ്കിൽ ഫതഹുള്ളതിന് ശേഷം സുക്കൂനുള്ള വാവ്. ഇവിടെ അംസ ആവണം എന്നില്ല, അതിനെ കളർ മാറ്റി കൊടുത്തിന് കണ്ട, ഒരു ബ്രൗൺ കളർ കൊടുത്ത്. ഇവിടെ അംസ ആവണം എന്നില്ല, ഇവിടെ ബ ആയിക്കോട്ടെ. ബൈ ബൗ അതാണെങ്കിലും പറ്റും. കൈ കൗ അതാണെങ്കിലും പറ്റും. ഒക്കെ മനസ്സിലായ? എന്താ നോക്കേണ്ടത്? ഫതഹുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള വാവോ യാ വരണം. പിന്നെ എന്ത് ചെയ്യണം? അത് സ്റ്റോപ്പ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നീട്ടും, കുറച്ച് നീട്ടും. അതിനാണ് ഇത് പറയും മദ് ലീൻ എന്ന് പറയുക. നോക്ക, ഇവിടെ നോക്ക. അമത്തനസ്നതൈൻ. അപ്പൊ നിങ്ങൾക്ക് മദ് ലീനും മദ് ലാസിമും ആരിലൊക്കെ വേർതിരിക്കാൻ വരും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്? മദ് ലാസിമാണെങ്കിൽ സ്ഥിരമായ സുക്കൂനായിരിക്കും. മദ് ആരിലാണെങ്കിൽ താൽക്കാലിക സുക്കൂനായിരിക്കും. അപ്പൊ മദ് ലീനിന്റെ അവിടെയും താൽക്കാലിക സുക്കൂൻ. നിർത്തുമ്പോഴാണ് മദ് ലീന് വരിക, നിർത്തുമ്പോഴാണ് മദ് ആരിലും വരിക. അപ്പൊ എങ്ങനെ മനസ്സിലാവും? വെരി സിമ്പിൾ ആണ്. നമ്മൾ പണ്ടൊരു പാട്ട് പഠിച്ചു. ഫതഹിനെ നീട്ടാൻ അലിഫുണ്ട്, കസിറിനെ നീട്ടാൻ യാ ഉണ്ട്,
ലമ്മിനെ നീട്ടാൻ വാവുണ്ട്. അപ്പോ ഫതഹിനെ നീട്ടാൻ വരുന്ന അവസാനം വരുന്നതായിരിക്കും എന്ത്? മദ്ദാരിദ്. ഇവിടെ നോക്കാം, അസ്ഹാബിന്നാർ കണ്ടില്ലേ, ഇവിടെ ഫതഹിന് ശേഷം അലിഫാണ്. ആ അലിഫ് ഇത് ഫതഹിനെ നീട്ടാൻ വന്നതാണ്. ഇവിടെ മസീർ, ഇവിടെ കസിറിനെ നീട്ടാൻ വന്നതാണ്. ഇവിടെ കസിറിനെ നീട്ടാൻ വന്നതാണ് അല്ലേ? അങ്ങനെ ആയിരിക്കും മദ് ആരിൽ ഉണ്ടാവുക. എന്നാ മദ് ലീന് അങ്ങനെയല്ല. മദ് ആരിൽ അങ്ങനെ ഉണ്ടാവുക, പക്ഷെ മദ് ലീന് അങ്ങനെയല്ല. മദ് ലീൻ എന്തായിരിക്കും? ഫതഹിനെ നീട്ടാനല്ല വന്നിട്ടുള്ളത്. കണ്ടോ, ഫതഹിനെ നീട്ടാനാണോ? അല്ലല്ല. ഫതഹിനെ നീട്ടാനാണോ? അല്ല. ഇവിടെ രണ്ട് ഫതഹിനെ നീട്ടാനാണ് അലിഫ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് അലിഫാണോ വന്നത്? അല്ല. അപ്പൊ തന്നെ മനസ്സിലാക്കുക അത് മദ് ലീനാണ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് തന്ന ഉദാഹരണങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. അമത്തന സിനത്തൈൻ. ഇവിടെ നോക്കുക, നിങ്ങൾ ആദ്യം എന്താ നോക്കേണ്ടത്? സുക്കൂനുള്ള യാ ഉണ്ടോ വാവുണ്ടോ നോക്കുക. അതല്ലേ മദ്ലീന്റെ സുക്കൂനുള്ള യാ ഉണ്ട്. തൊട്ടു മുന്നേ ഫത ഉണ്ടോ? ഉണ്ട്, അതും സെറ്റായി. നിർത്തുന്ന സ്ഥലമാണോ? അതും സെറ്റായി. അപ്പൊ മദ്ലീനാണ്. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കുക, ഈ ഉദാഹരണത്തിൽ അവസാനം എന്തുണ്ട്? സുക്കൂനുണ്ട്. ഓക്കെ, അതിന് മുന്നേ അലിഫുണ്ട്. ഫതഹിനെ നീട്ടാനാണ്. ഫതഹിനെ നീട്ടാൻ വന്ന അലിഫാണ്. ഇവിടെ ഫതഹിനെ നീട്ടാനല്ല. കണ്ടോ, ഫതഹിനെ നീട്ടാനാണോ? അല്ല. പിന്നെ ഇവിടെ എന്താ നോക്കേണ്ടത്? ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവോ യാവോ ഉണ്ടോന്നോ നോക്കേണ്ടത്. ഇവിടെ ഫിർഔൻ, ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവ്. ഇവിടെ ഫതഹിന് ശേഷം സുക്കൂനുള്ള വാവ്. അപ്പൊ ഇവിടെ നീട്ടണം. ഈ നീട്ടനാണ് എന്താ പറയുക? മദ് ലീൻ എന്ന് പറയും. യുനാദൗൻ. മനസ്സിലായോ? ലാ യസ്അമുൽ ഇൻസാനു മിൻ ദുആഇൽ ഖൈർ. എന്തായി? ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ. അലൈക് ഫി യൗമൈൻ ഖളാഹുന്ന. ഇനി അടുത്ത് ഇവിടെ നോക്കാം. റബ്ബനാ ലാ തജഅൽനാ ഫിതനതൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഏഴാം പാഠം മുതൽ അവസാനം പാഠം വരെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നാം പാഠം മുതൽ നോക്കണം. ഒന്നാമത്തെ പാഠം എന്താണ്? ഒന്നാമത്തെ പാഠം അഹ്കാമുൽ മീമി സാക്കിന. നമ്മളിവിടെ പഠിക്കുന്നത് സാക്കിനായ മീമാണ്. അത് ആദ്യം നമ്മൾ ഓർത്തു വെക്കണം. എന്താണ് സാക്കിനായ മീം? സാക്കിനായ മീം പറഞ്ഞാൽ സുക്കൂനുള്ള മീമോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത മീമോ. ഇത് രണ്ടുമാണ്. ഒന്നില്ലെങ്കിൽ സുക്കൂനുള്ള മീം, അല്ലെങ്കിലോ ഒന്നുമില്ലാത്ത മീം. ഇത് രണ്ടും എന്താണ്? സാക്കിനായ മീമാണ്. ഓക്കെ, സാക്കിനായ മീമിനിക്ക് ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ 3 വിധികളാണ്. അപ്പോ സാക്കിനായ മീമിന് ശേഷം മീമ് തന്നെ വന്നു. ഇതാണ് മീമ്. ഈ മീമിന് ശേഷം വീണ്ടും ഒരു മീമ് വന്നു, അല്ലെങ്കിൽ ഈ മീമിന് ശേഷം വീണ്ടും ഒരു മീമ് വന്നു. അപ്പൊ ഇതിനാണ് എന്ത് പറയുക? ഇദ്ഗാം എന്ന് പറയുക. ഇദ്ഗാം. ഇനി ഇഖ്ഫാ എന്ന് പറഞ്ഞാല് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു. ഏത് വന്നു? ബാ വന്നു. അപ്പോൾ എന്താണ്? ഇഖ്ഫാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ഗാമിന്റെ അക്ഷരം ഏതെന്ന് ചോദിച്ചാൽ മീമ് മാത്രം. ഇഖ്ഫായിന്റെ അക്ഷരം ഏതെന്ന് ചോദിച്ചാൽ ബാ മാത്രം. മനസ്സിലായല്ലോ? അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ. സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശദ്ദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇദ്ഗാം എന്നാൽ എന്ത്, അങ്ങനെ ചോദ്യമൊന്നും വരാറില്ല. നിങ്ങൾക്കൊരു ഉദാഹരണം തരും. ആ തന്ന ഉദാഹരണം ഇദ്ഗാമിന് ഉദാഹരണമാണോ ഇഖ്ഫായിന് ഉദാഹരണമാണോ എന്ന് നോക്കാനുണ്ടാവുക. ഞാൻ പറഞ്ഞുതരാം, ട്രിക്ക് പറഞ്ഞുതരാം. നോക്കിക്കോ. അമ്മൻ. അമ്മൻ എന്നുള്ളിടത്ത് ഇദ്ഗാമാണോ ഇഖ്ഫാ ആണോ? അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട്. ഇദ്ഗാം ഉണ്ടാവണേ ആദ്യം എന്താ നമ്മൾ നോക്കേണ്ടത്? മീമ് നോക്കണം. എന്ത് മീമ്? പൂജ്യമുള്ള മീമോ ഒന്നുമില്ലാത്ത മീമോ? അങ്ങനത്തെ ഒരു മീം ഉണ്ട് ഇവിടെ? ഉണ്ട്. എന്താ കാരണം? അതായത് ഇവിടെ 2 മീമും ഒരുമിച്ച് കൂട്ടി മിക്സ് ആക്കിയിട്ടാണ് അമ്മനായത്. ഈ മീമും പിന്നെ ഈ ഫതഹുള്ള മീമും, ഈ 2 റെഡും കൂടി മിക്സ് ആക്കിയപ്പോൾ അങ്ങനെ ആയത്. അപ്പൊ സുക്കൂനുള്ള മീം ഉണ്ടല്ലോ? ഉണ്ട്. ആ സുക്കൂനുള്ള മീമിന് ശേഷം ഏതാ വന്ന്? മാ വന്ന്. അപ്പൊ എന്താണ്? ഇദ്ഗാമാണ്. മനസ്സിലായോ? ഇവിടെ ഹും ബിഹി ആദ്യം എന്താ നോക്കണ്ടേ? സുക്കൂനുള്ള മീം ഉണ്ട് അല്ലെ? സുക്കൂനുള്ള മീം പറഞ്ഞാൽ ഒന്നുമില്ലാത്ത മീമോ സുക്കൂനുള്ള മീമോ ഉണ്ട്. അതിനുശേഷമുള്ള അക്ഷരം ബാ. അപ്പൊ എന്താണ്? ഇഖ്ഫാ ആണ്. അതാണ് സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ഫാ എന്ന് പറയും. അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത്. പിന്നെ പരസ്പരം ലയിപ്പിച്ച് ശദ്ദ് ചെയ്ത് ഉന്നത്ത് ചെയ്ത്. അപ്പൊ ഇവിടെ ഓതുമ്പോ അമ്മൻ, ഇവിടെ ഹുംബിഹി. ഓക്കെ,
ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഉദാഹരണങ്ങൾ തരും, കളർ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ ഇദ്ഗാമാണോ ഇഖ്ഫ ആണോ എന്ന് നോക്കണം. വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ തപ്പേണ്ടത്, ഒരു ഉദാഹരണം കിട്ടി ആദ്യം നിങ്ങൾ തപ്പേണ്ടത് സുക്കൂനുള്ള മീമുണ്ടോ നോക്കുക. വമൻ യദ്ലിം മിൻകും, മീമുണ്ടോ? ഒന്നുമില്ലാത്ത മീമോ സുക്കൂനുള്ള മീമുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ശേഷമുള്ള അക്ഷരം മീമാണോ? മീമാണ്. ധൈര്യമായിട്ട് പറഞ്ഞ ഇദ്ഗാമാണ്. അടുത്ത് സുക്കൂനുള്ള മീമുണ്ട്, ശേഷമുള്ള മീമാണോ? ഇദ്ഗാമാണ്. സുക്കൂന മീമ്, സുക്കൂന ശേഷം മീമ്, ഇദ്ഗാമാണ്. സുക്കൂനുള്ള മീമുണ്ടോ? ശേഷം ബാ ആണ്. കണ്ടോ? അപ്പൊ എന്താണ്? ഇഖ്ഫ ആണ്. മീമുണ്ടോ? ബാ ആണ്, ഇഖ്ഫ ആണ്. മനസ്സിലായല്ലോ? അതാണ് ഇപ്പൊ ഇതിന്റെ സംഭവം. അടുത്ത് ഇന്ന മഅകും, പിന്നെ അക്സറുഹും, പിന്നെ വജാഹിദുഹും ബിഹി. ഇവിടെ എന്താണ്? ഇഖ്ഫ ആണ്. ഇവിടെ ഇദ്ഗാമാണ്. ഇത് 3 ഇദ്ഗാം, ഇത് ഇഖ്ഫ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നിങ്ങൾ പറയും ഇതിൽ ഇദ്ഗാമോ ഇഖ്ഫ ഉണ്ടോ? വേഗം പറ. എങ്ങനെ നോക്കുക? ആദ്യം ഒന്നുമില്ലാത്ത മീമുണ്ടോ നോക്കുക. വേഗം തപ്പിയാട്ടെ. ഒന്നുമില്ലാത്ത മീമുണ്ടോ? അല്ലെങ്കിൽ സുക്കൂനുള്ള മീമുണ്ടോ? ഇല്ല. വിട്ടു സലാത്തലിക്കോ അതിലില്ല. അതന്നെ. അപ്പൊ അതിൽ ഇദ്ഗാമും ഉണ്ടായാലും ഇഖ്ഫാവും ഉണ്ടായാലും. കാരണം ആദ്യം നോക്കേണ്ടത് സുക്കൂനുള്ള മീമുണ്ടോന്ന് നോക്കണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ്? ഇദ്ഗാമും പഠിച്ചു, ഇഖ്ഫാവും പഠിച്ചു. ഇദ്ഗാമിന്റെ അക്ഷരം ഏതാ? മീമ് മാത്രം. ഇഖ്ഫാന്റെ അക്ഷരം ഏതാ? ബാവ് മാത്രം. ഇനി ബാക്കി എത്ര അക്ഷരം ഉണ്ട് അല്ലേ? കുറെ അക്ഷരം ഉണ്ടല്ലോ. അതാ പറയണേ. നോക്കോ, സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാർ എന്ന് പറയും. അപ്പൊ ഇദ്ഗാർ പറഞ്ഞാൽ വ്യക്തമാക്കലാണ്, എന്തല്ല? മണിക്കലല്ല, ലയിപ്പിക്കലല്ല. മനസ്സിലായോ? ഇദ്ഗാം പറഞ്ഞാൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്യലാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞ എന്താ? മറച്ച് അവ്യക്തമാക്കലാണ്, അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കോ, നമ്മൾ ആദ്യം നോക്കേണ്ട എന്താണ്? സുക്കൂനുള്ള മീമുണ്ടോ നോക്കുക. തപ്പിയോ? ഇതാ കിട്ടി സുക്കൂനുള്ള മീം. ശേഷമുള്ള അക്ഷരം ഫീ ആണ്. നമ്മൾ പഠിച്ച മീമാണോ? അല്ല. മീമാണെങ്കിൽ ഇദ്ഗാമാണ്. നേരത്തെ നമ്മൾ പഠിച്ച ഇഖ്ഫാന്റെ എന്താ? ബാ ആണ്. ബാ ആണോ? അതും അല്ല. അപ്പൊ മീമും അല്ല, ബാവും അല്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞ ഇദ്ഗാറാണ്. 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഇദ്ഗാം, അല്ലെങ്കിൽ ഇഖ്ഫ, അല്ലെങ്കിൽ ഇദ്ഗാർ. ഇദ്ഗാം ആണോ? ഇദ്ഗാം പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. മീമിന് ശേഷം മീമുണ്ട് നോക്കിയാൽ മതി. മീമല്ല, ധൈര്യമായിട്ട് പറഞ്ഞോ. അപ്പൊ മീം അല്ലെങ്കിൽ പിന്നെ അടുത്ത ഏതാ സാധ്യത? ഇഖ്ഫ. ഇഖ്ഫാന് എന്താ വേണ്ടി? മീമിന് ശേഷം ബാ ആണ്. ബാ ഉണ്ടോ? ഇല്ല. സെറ്റ്. അപ്പൊ അതും വിട്ട്. പിന്നെ ഏതാ ഉള്ളത്? പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞു ഇദ്ഗാറാണ്. അപ്പൊ ഫാല വന്ന് ഇദ്ഗാറാണ്. അടുത്ത് അംവാലുൻ, ബാവാണ്, ഇദ്ഗാറാണ്. എന്താ കാരണം? ഇവിടെ മീമല്ല, ഇവിടെ ബാ അല്ല. സെറ്റ്. അടുത്തത് നഅം വ ഇന്നക്കും. നിങ്ങൾ പറയും അതെ, ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു എന്താണ്? ഇദ്ഗാർ. പിന്നെ ല ഇല്ലം തൻതഹി, ഇദ്ഗാർ. ഫഹും ലാ, ഹും സാലിഹുൻ, ഹും കാന. കണ്ടോ? ഇവിടൊക്കെ എന്താണ്? മീമിന് ശേഷം വാ, ത, ല, സോ, ക. എന്തല്ല? മീമും അല്ല, ബാവും അല്ല. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ലൗഖത്തിഅന്ന ഐദീകും വഅർജുലകും ഇന്നി ലകും റസൂലുൻ അമീൻ അം ലം യതകും മിനൽ വാഇളീൻ ഇമ്മത്തഅനാഹും സിനീൻ. ഇവിടെ നോക്ക്, ഞാൻ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കട്ടെ. അമീൻ. നിങ്ങൾ പറ, ഇവിടെ മദ് ഏതാണ്? വേഗം പറഞ്ഞാട്ടെ. മദ് ഏതാണ് ഇവിടെ? ഓപ്ഷൻ പറയാ. മദ് മുത്തസിൽ, മദ് മുൻഫസിൽ, മദ് ലാസിമ്, മദ് ആരിള്, മദ് ലീന്. ഏതാ ശരി? എന്താ നോക്കേണ്ടത്? ആദ്യം യാ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. യാ ഓ ഫത്തഹോ അലിഫോ വാവോ യാ ഉണ്ടോ? യാ ഉണ്ട്. ഓക്കെ, യാ ഉണ്ട്. സെറ്റ്. അടുത്തത് യാ ഇവിടെ നീട്ടാനാണോ വന്നിട്ടുള്ളത്? അമീൻ നീട്ടാനാണ്. നീട്ടാൻ. ശേഷം സുക്കൂൻ ഉണ്ടോ? ഉണ്ട്. ശേഷം സുക്കൂൻ ഉണ്ട്. ആ സുക്കൂൻ സ്ഥിരമാണോ? അല്ല, സ്ഥിരമല്ല. നിർത്തുമ്പോൾ ഉണ്ടാവണല്ലേ? സ്ഥിരമല്ല. അപ്പൊ അതെന്താണ്? മദ് ആരിളാണ്. അപ്പൊ എന്താ മദ് ലീനാവാത്ത? സുക്കൂനുള്ള യാ അല്ല. ഇവിടെ സുക്കൂനുള്ള യാ ആണോ? അല്ല. ഫതഹിന് ശേഷം സുക്കൂനുള്ള യാ ആണോ? അല്ല. കസ്റിന് ശേഷമാണ് സുക്കൂനുള്ള യാ. അത് പറ്റൂല. ഓക്കെ. സിനീൻ ഇവിടെ എന്താണ്? മദ് ആരിളാണ്. വാഇളീൻ മദ് ആരിളാണ്. ഓക്കെ, സെറ്റ്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. മദ് ആരിൾ. അയ്വാ. സെറ്റ്. അടുത്ത ഹുറൂഫുൽ കൽക്കലത്ത്. ഇത് നമ്മൾ അരക്കൊല്ല പരീക്ഷക്കാലം വന്നതാണ്. ഹുറൂഫുൽ കൽക്കലത്ത് പറഞ്ഞാൽ എന്താ? മുഴക്കുണ്ടാകുന്ന അക്ഷരം. കുതുബുജദ്. കണ്ടോ? എളുപ്പമുണ്ട് പഠിച്ചു. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. എത്ര ഉണ്ട്? 5 അപ്പൊ ഒരു ഉദാഹരണം തന്നിട്ട് ഇതിൽ കൽക്കാലത്തിന്റെ അക്ഷരം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ എഴുതിക്കോ. കുത്തുബുജദിലെ ഏതെങ്കിലും അക്ഷരം ഉണ്ടോ നോക്കുക, എടുത്ത് എഴുതുക. ഒരു പേടിയും പേടിക്കണ്ട. അഖ്, അത്ത്, അബ്, അജ്, അജ്. ഇവിടെ നോക്കാം, മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക. ഇവയിൽ ഹർക്കത്തുകൾ പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം. അഖ്, അത്ത്, അബ്. അപ്പോ സുക്കൂന് വന്നാലും വ്യക്തമായി ഉച്ചരിക്കണേനാണ് ഇത് പറയാ ഹുറൂഫുൽ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ. കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ 5 ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. അടുത്ത നോക്കാം,
ഇതിൽ കുത്തുബുജത്തിന്റെ അക്ഷരം എടുത്ത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യം എഴുതി ഭാഗം മാത്രമേ ഉള്ളൂ. ലഖദ് വഅദ്ന ഇവിടെ ഏതൊക്കെ ഉണ്ട്? ദാല് അല്ലേ? കാഫില്ലേ? കണ്ടോ? കാഫുണ്ട്. പിന്നെ ഇവിടെ എന്താ ഉദ്ദേശിക്കണ അറിയാം? മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നു. ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം. അപ്പൊ ഇവിടെ സുക്കൂനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ സുക്കൂനുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. മുദ്ബിരീൻ, അഖ്സ, നജിരി, അയ്യബുതിഷ. അപ്പൊ സുക്കൂന് വരുന്നതാണ് ഇവിടെ കൽക്കലത്തായിട്ട് എന്ത് ചെയ്യുന്നത്? കൂട്ടുന്നത്. മനസ്സിലായോ? സുക്കൂനുള്ള കാഫാണ് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കളർ കൊടുക്കാത്തത്. ഏതിന്? കാഫിന് കളർ കൊടുക്കാത്തത് അതുകൊണ്ടാണ്. കാഫിന് 0 കൊടുത്താൽ മതിയല്ലോ. പക്ഷെ കാഫിന് 0 കൊടുത്തിട്ടില്ല. അല്ല, കാഫ് എന്തെങ്കിലും കളർ മാറ്റിയിട്ടില്ല. എന്താ കാരണം? കാഫിന് എന്തില്ല? സുക്കൂനില്ല. കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള സമയത്തും എന്താവണം? മുഴക്കത്തോടു കൂടി ഉച്ചരിക്കണം. ഓക്കെ, അടുത്ത പാഠം. അത് നമ്മൾ അവിടെ അത്രേ പഠിക്കണം. 5 അക്ഷരങ്ങൾ കാണാതെ പഠിക്കുക. പിന്നെ കൽക്കലത്താണോ അല്ലേ നോക്കുക. റബ്ബനക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. അടുത്തത് അൽ വഹ്ദത്തുർ റാബിയ, 4ാമത്തെ പാഠം. ഹുറൂഫുൽ ഇസ്തിഅലാ, ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ. ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 അല്ലേ? ഖുസ്സ ദിഅത്തിൻ ഖിൽ, ഖുസ്സ ഖാ സാദ്, ലിഅത്ത് ളാദ് ഗൈന് ത്വാ, ഖിൽ ഖാഫ് ളാ. മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറച്ച് ശബ്ദം ഉണ്ടാക്കണം. ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക് അണ്ണാക്കിലേക്ക് ഉയർന്നു വരണം. അപ്പൊ ഉച്ചാരണ സമയത്ത് ഉയർന്ന വായ നിറച്ച് ശബ്ദം ഉണ്ടാക്കുന്ന അക്ഷരങ്ങളാണ് ഹോ, സോ, ലോ, ഓ, തോ, ഓ, ലോ. കണ്ടോ? അപ്പൊ ഇത് നിങ്ങളോട് ഉദാഹരണം തന്നിട്ട് നിങ്ങളോട് പറയാണെന്ത്? ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം, അത് നിങ്ങൾ ഈ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. ഹുസ്സദിഅത്തിൻ ഖിൽ, എന്നിട്ട് നിങ്ങൾ ചെല്ലിക്കോ. ഹ, അപ്പൊ ഹ ഉണ്ടോ നോക്കുക, സ്വാദ് ഉണ്ടോ നോക്കുക, ലാദ് ഉണ്ടോ നോക്കുക, അങ്ങനെ ചെല്ലി വെക്കാൻ മതി. അപ്പൊ ഈ ഷോർട്ട് പഠിച്ചാൽ മതി. ഹുസ്സദിഅത്തിൻ ഖിൽ, ഹുസ്സദിഅത്തിൻ ഖിൽ. നിങ്ങൾ പറഞ്ഞാട്ടെ, ഇതിൽ ഇസ്തിഅലാന്റെ അക്ഷരം ഉണ്ടോ? വലഖദ് വസ്വൈന. ഹ ഉണ്ടോ? സ്വാദുണ്ടോ? ഉണ്ട്, സ്വാദുണ്ട്. കണ്ടോ? അങ്ങനെ ഓരോന്ന്. മിനൽ മുഹ്ദരീൻ, ഹാ ഉണ്ട്. പറ്റുമോ? പറ്റൂല. അതിൽ ഹുസ്സദിഅത്തിൻ ഹാ ഉണ്ടോ? ഇല്ല. ലാദുണ്ട്. അങ്ങനെ ഓരോന്ന് നോക്കാം. ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ, അങ്ങനെ ഓരോന്ന്. അടുത്ത റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. 5ാമത്തെ പാഠം നോക്കണം. എന്താണ്? റാഇന് 2 രൂപത്തിൽ വായിക്കാറുണ്ട്. റാന്നും രാന്നും വായിക്കാറുണ്ട്. അതാ പറയണത്. അറബി ഭാഷയിൽ റാഇന് 2 തരം ഉച്ചാരണങ്ങളുണ്ട്. എത്ര തരം? ഓർത്തു വെക്കുക, 2 തരം. തഫ്ഖീമും തർഖീഖും. ഫതഹോ ദമ്മോ ആണെങ്കിൽ റോ റോ റോ, കസ്റാണെങ്കിൽ രീ രീ രീ. ഫതഹോ ദമ്മോ ആണെങ്കിൽ വായ നിറച്ച ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഫതഹോ ദമ്മാണെങ്കിൽ വായ നിറച്ച ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിനാണ് തഫ്ഖീം എന്ന് പറയുന്നത്. അപ്പൊ തഫ്ഖീം എന്ന് പറഞ്ഞാൽ എന്താ? റോ എന്ന് ഉച്ചരിക്കുക. റായിന് കസ്റാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തർക്കീഖ്. അപ്പോൾ തർക്കീഖ് എന്ന് പറഞ്ഞാൽ എന്താ? രീ രീ രീ. മനസ്സിലായല്ലോ? അപ്പൊ റോ 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 തഫ്ഖീം, രീ രീ കസ്ർ. അപ്പൊ എന്താണ്? തർക്കീഖ്. ഇനി ഫതഹുൽ ദമ്മും തഫ്ഖീമ തർക്കീഖ? തഫ്ഖീം, കസ്റ, തർക്കീഖ്. അപ്പൊ തർക്കീഖിന് എത്ര ആളുണ്ട്? ഒരാൾ മാത്രമേ ഉള്ളൂ, കസ്ർ മാത്രം. ഫതഹുൽ ദമ്മു ആയിരിക്കാണ് തഫ്ഖീമിന് മാത്രം. ഓക്കെ, ദാ റോ റു റോ റു ദ രി. ഇനി ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്ത് തഫ്ഖീമാണ് തർക്കീഖാണ് എങ്ങനെ നോക്കുക? ഗുലിബത്തിർ റൂം. അപ്പൊ എന്താണ്? തഫ്ഖീമാണ്. എങ്ങനെ മനസ്സിലായി? റൂ എന്നാ പറയുന്നത് ഫതഹാണ് അല്ലെങ്കിൽ ലമ്മാണ്. നോക്കുക, ഇവിടെ ലമ്മാണ്, അപ്പോൾ തഫ്ഖീമാണ്. അങ്ങനെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ വായിക്കുന്നത് എങ്ങനെ നോക്കിയാൽ മതി? ഗുലിബത്തിർ റൂം എന്നാണോ അതിന്? അല്ല, ഗുലിബത്തിർ റൂം എന്നാ. അപ്പൊ എന്താണ്? തഫ്ഖീമാണ്. യഫ്റഹുൽ മുഅ്മിനൂൻ, റാ റാ റാ. മുജ്രിമൂൻ എന്താണ്? തർക്കീഖാണ്. റൗളത്തിൻ യുഹ്ബറു, രണ്ടും തഫ്ഖീമാണ്. ബിമാ ലദൈഹിം ഫരിഹൂൻ, തർക്കീഖ്. ലഹറ, ബർരി, തർക്കീഖ്. ബഹരി, തർക്കീഖ്. വന്തളിർ, തഫ്ഖീം. പിന്നെ മുൻതളിർ, മുൻതളിറു ഏതാ? തഫ്ഖീം. പിന്നെ ആസാരി, രി, തർക്കീഖ്. റ, തഫ്ഖീം. അങ്ങനെ
ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. അടുത്ത ലാമുൽ ലഫ്ലിൽ ജലാല. എത്രാമത്തെ പാടാ? 6ാമത്തെ പാഠം അല്ലേ? ഇനി 7ാമത്തെ പാഠം നമ്മൾ നോക്കിയതാണ്. അപ്പൊ നമുക്ക് 6ാമത്തെ പാഠം കൂടി നോക്കി കഴിഞ്ഞു. ഇവിടെ എന്താണ്? അള്ളാഹ് എന്ന് ചില സ്ഥലത്ത് വായിക്കും, ചിലടത്ത് ഇല്ല എന്ന് വായിക്കും അല്ലേ? ഇപ്പൊ നമ്മള് ബിസ്മി ഓതുമ്പോ എങ്ങനെ പറയും? ബിസ്മില്ലാഹി ബിസ്മില്ലാഹി. ഇവിടെ വല്ലാഹു അല്ലേ? ഇവിടെ ലില്ല. ഇവിടെ എന്താ ലില്ലാഹി എന്ന് ഓതാത്ത്? പറ്റൂല, ഓതാൻ പറ്റൂല. അതാ പറയണേ. അള്ളാഹു എന്ന ശ്രേഷ്ഠമായ നാമം ഉച്ചരിക്കുന്നതിന് 2 രീതികളുണ്ട്. റാ ഉച്ചരിക്കാൻ എത്ര രീതിയുണ്ട്? 2 രീതി. ലാം അള്ളാഹു എന്ന പദം ഉച്ചരിക്കുന്നതിന് 2 രീതിയുണ്ട്. ഈ നാമത്തിലെ ലാം എന്ന അക്ഷരത്തിലാണ് ഉച്ചാരണ വ്യത്യാസം. ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിൽ ഫതഹ ദമ്മോ ആണെങ്കിൽ ലാമിനെ വായ നിറച്ച് ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തഫ്ഖീം എന്ന് പറയുന്നു. ഫതഹ ദമ്മാണെങ്കിൽ അല്ലാഹ്. ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ ലാം പോലെ ഉച്ചരിക്കണം. ഇതിന് തർക്കീഖ് എന്ന് പറയുന്നു. ഇപ്പൊ തഫ്ഖീം അല്ലാഹ്, തർക്കീഖ് ലില്ലാഹ്, ബില്ലാഹ്, ഖില്ലാഹ്, അങ്ങനെ. വല്ലാഹു തഫ്ഖീം. എന്താ മനസ്സിലായത്? എങ്ങനെ തഫ്ഖീമാണ് മനസ്സിലാക്കുക? അള്ളാഹിന്റെ ബാക്കിൽ എന്താ നോക്കുക, മുമ്പിൽ എന്താ നോക്കുക? എന്താ മുമ്പിൽ? ഫതഹാണ്. ഫതഹാണ്. ഇവിടെ ഫതഹാണോ ദമ്മാണോ നോക്കുക. എന്നാൽ സെറ്റായി നിങ്ങൾ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്താണ്? തഫ്ഖീമാണ്. ഇവിടെ കസ്റാണോ? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു തർക്കീഖ്. അപ്പൊ തർക്കീഖിന് ഒന്നേ ഉണ്ടാവുള്ളൂ, കസ്റാണ്. തഫ്ഖീമിന് ഫതഹാണ്. അള്ളാഹ്ക്ക് ഫതഹ ഉണ്ടോ കസ്റുണ്ടോ എന്നല്ല നോക്കലിട്ടോ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണേ. അള്ളാഹ് എന്നുള്ളതിന് ഫതഹ ഉണ്ടോ കസ്റുണ്ടോ എന്നല്ല നോക്കല്. ബാക്കിലുള്ള അതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹാണോ ദമ്മാണോ നോക്കണം. വല്ലാഹു ഹഖുല്ലാഹി. ഇവിടെ എന്താ ഹഖുല്ലാഹി എന്ന് അതാത്തത്? അള്ളാഹിന്റെ മുമ്പിൽ എന്താണ്? ദമ്മാണ്. അതാ പ്രശ്നം. ലില്ലാഹി. ഇവിടെ എന്താ ലില്ലാഹി അതാത്ത്? ഇവിടെ കസ്റാണ്. മനസ്സിലായല്ലോ? നിങ്ങൾ പറയും ഇത്തഖില്ലാഹ ഇത്തഖില്ലാഹ. ഏതാ ശരി? ഇത്തഖില്ലാഹ. എന്താ കാരണം? ഇവിടെ കസ്റാണ്. വകഫാ ബില്ലാഹി ബി ആണ്. ഫീ കിതാബില്ലാഹി ബി ആണ് അല്ലേ? കസ്റാണ്. അസ്തഗ്ഫിറുല്ലാഹ അസ്തഗ്ഫിറുല്ലാഹ. ഏതാ ശരി? അസ്തഗ്ഫിറുല്ലാഹ്. എന്താ കാരണം? ദമ്മാണ്. അഅദ്ദല്ലാഹു ഫതഹാണ്. ആർക്കാ ഫതഹ നോക്കേണ്ടത്? അള്ളാഹ് എന്നുള്ളതിന് മുമ്പുള്ളതിന്. വമൻ യുതഇല്ലാഹ കാന ഇൻദല്ലാഹി. തഫ്ഖീം തർക്കീഖ് മനസ്സിലായില്ലേ? അള്ളാഹ് എന്ന് പറയുമ്പോൾ തഫ്ഖീം, ഇല്ല എന്ന് പറയുമ്പോൾ തർക്കീഖ്. പിന്നെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഖാബ്. ഈ എല്ലാ പാഠത്തിലുള്ള പെട്ടി നിർബന്ധമായി പഠിക്കുക. ഹിഫ്ലിന് ചോദിക്കും. ഷുവർ ഷുവർ ഷുവർ, 100% ഷുവർ. അപ്പോൾ നമ്മൾ ഈ പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. തദ്രീബ് തിലാവ എല്ലാവർക്കും 20-20 മാർക്ക് കിട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബൈ ബൈ.